കേരള നിയമസഭയിൽ ബി.ജെ.പിയുടെ ഗർജനമിന്നി മുഴങ്ങും. ശക്തമായ ഓരോ വാഗ്വാദങ്ങൾ നിയമസഭയിൽ ഉണ്ടാകും. സാധാരണ രാഷ്ട്രീയ നേതാവിനെ പോലെയല്ല രാജീവ് ചന്ദ്രശേഖർ. ഓരോ കാര്യവും കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് പ്രതികരിക്കുക. അത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നാലും മുരളീധരനായിരുന്നാലും ഗോപകുമാർ ആയിരുന്നാലും ഈ മൂന്നുപേരും അങ്ങനെ തന്നെയാണ്. അല്ലാതെ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ വെറുതെ എന്തെങ്കിലും പറയുകയല്ല ഇവർ ചെയ്യുന്നത്. നിലവിൽ ഇന്ന് ബി.ജെ.പിയുടെ 3 നേതാക്കന്മാർ ഇന്ന് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ബി ഗോപകുമാർ 33-ാമനായും വി മുരളീധരൻ 64-ാമനായും രാജീവ് ചന്ദ്രശേഖർ 83-ാമനായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അത് MLA ആയി. കേരള ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ചാത്തന്നൂർ MLA ബി ഗോപകുമാറാണ് ബി.ജെ.പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. കഠിന പ്രയത്നത്തിലൂടെയും അതോടൊപ്പം തന്നെ അവിശ്രമമായ അധ്വാനത്തിലൂടെയും ചാത്തന്നൂരിൽ ചരിത്രം കുറിച്ച ബി ഗോപകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും ചേർന്നാണ് ഗോപകുമാറിന്റെ പേര് നിർദ്ദേശിച്ചത്. UDFന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. എന്നാൽ LDF സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ബി.ജെ.പിയുടെ രാഷ്ട്രീയ സാധ്യതകളുടെ പട്ടികയിൽ ഇടം പിടിക്കാതിരുന്ന ചാത്തന്നൂരിനെ ശ്രദ്ധേയമാക്കിയത് ബി ഗോപകുമാർ എന്ന അധ്യാപകന്റെ കടന്നുവരവാണ്. അവസാന നിമിഷം പോലും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വോട്ടെണ്ണലിന്റെയും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രചാരണങ്ങളും നടക്കുന്ന സമയത്തും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ, അതായത് കേന്ദ്ര ബി.ജെ.പി നേതൃത്വത്തിന്റെ കയ്യിൽ, മോദിയുടെ കയ്യിൽ, അമിത്ഷായുടെ കയ്യിൽ ചാത്തന്നൂർ എന്ന ഒരു പേര്, ആ ഒരു മണ്ഡലമേ അവരുടെ ലിസ്റ്റിലില്ലായിരുന്നു. കേരള ബി.ജെ.പിയുടെ കയ്യിലും ചാത്തന്നൂരേ ഇല്ലായിരുന്നു, ഹിറ്റ് ലിസ്റ്റിൽ തന്നെ ഇല്ലായിരുന്നു. പക്ഷേ എല്ലാ അട്ടിമറികളെയും എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ചാത്തന്നൂർ അവിടെ ആദ്യമായിട്ട് ബി.ജെ.പി അവിടെ താമര വിരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടയോടെയുള്ള ഒരു പ്രവർത്തനം, വിജയം നേടുമെന്ന ആത്മവിശ്വാസം, പ്രവർത്തകരുടെ സമർപ്പണം, ജനങ്ങളുടെ പ്രതികരണം എല്ലാം ചാത്തന്നൂരിൽ താമര വിരിയാൻ ഒരു പ്രധാന ഘടകമായി മാറി. നാളെയാണ് നിയമസഭയിൽ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് ബി.ജെ.പി മത്സരിക്കുമെന്നും ബി ഗോപകുമാർ സ്ഥാനാർത്ഥിയായി വരുമെന്നും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് ഇതെന്നും ബി.ജെ.പി പറയുകയാണ്. 30 ലക്ഷം ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് നിയമസഭയിലേക്ക് എത്തിയത്. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കുമ്മനം രാജശേഖരൻ, P.K. കൃഷ്ണദാസ്, K. സുരേന്ദ്രൻ, മറ്റ് സംസ്ഥാന നേതാക്കൾ, NDA നേതാക്കളായ ബി ഗോപകുമാർ, പത്മകുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി മുതിർന്ന ബി.ജെ.പി നേതാവും അതോടൊപ്പം തന്നെ കേരള നിയമസഭയിലെ ആദ്യ ബി.ജെ.പി അംഗവുമായ O. രാജഗോപാലിനെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹമൊക്കെ രാജീവ് ചന്ദ്രശേഖർ വാങ്ങുകയും ചെയ്തു. NSS താലൂക്ക് യൂണിയൻ ആസ്ഥാനത്തെ താലൂക്ക് യൂണിയൻ നേതാക്കളായ സംഗീത് കുമാർ, കാർത്തികേയൻ അടക്കമുള്ളവരുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 5 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടക്കം പറയുന്നത്. അതിനുള്ള സാധ്യത ഉണ്ടെന്ന് മുൻ ഇടതുപക്ഷ നേതാവായിരുന്ന G. സുധാകരൻ കുറച്ച് ദിവസത്തിന് മുമ്പേ പറഞ്ഞതാണ്. ബി.ജെ.പിയുടെ കൃത്യമായ ഓരോ നീക്കങ്ങളും കൃത്യമായ ഓരോ പദ്ധതികളും കേന്ദ്ര പദ്ധതികളടക്കം ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതിലടക്കം ബി.ജെ.പി വിജയിച്ചതിൻ്റെ ഒരു തെളിവാണ് തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പിയുടെ കയ്യിലിരിക്കുന്നത്. കാരണം അത്രമേൽ വിശ്വാസം ജനങ്ങൾ ബി.ജെ.പിയിലേക്ക് നൽകുന്നുണ്ട്. കാരണം കേന്ദ്ര പദ്ധതികളടക്കം പദ്ധതികൾ തരും എന്നുള്ള വെറും വാഗ്ദാനം മാത്രമല്ല, ആ ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പ് അവിടെ പാലിക്കപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസം. കൂടാതെ ഏത് പാതിരാത്രിക്കും ഈ ബി.ജെ.പിയുടെ ഏത് നേതാക്കന്മാരെ വിളിച്ചാലും അവർ 24 മണിക്കൂറും അവരുടെ ടീം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് അടുത്ത ഒരു നേതാവിനെ അവർ കണക്ട് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് എന്നതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. അതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ടൊരു കാര്യം. 24/7 മണിക്കൂറും ഈ ബി.ജെ.പിയുടെ നേതാക്കന്മാർ ഇങ്ങനെ കർമ്മനിരതായി നിൽക്കുന്നു എന്നതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായി തോന്നുന്നത്.